പ്രദേശത്തെ പുലിഭീതി പൊതുജനങ്ങളുടെ ആശങ്കയകറ്റാൻ കൂട് സ്ഥാപിക്കണമെന്ന് CPM. ചുഴലി വില്ലേജിലെ പടിഞ്ഞാറേമൂല, കൊളത്തൂർ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ട പുലിയുടെ സാന്നിധ്യം സംബന്ധിച്ച് പൊതുജനങ്ങളുടെ ആശങ്ക അകറ്റാനും വളർത്തുമൃഗങ്ങൾ ഉൾപ്പെടെ ജീവൻ സംരക്ഷിക്കുന്നതിനും വേണ്ടി അടിയന്തരമായി വനം വകുപ്പ് പുലിയെ പിടികൂടുന്നതിന് കൂട് സ്ഥാപിക്കണമെന്ന് CPM ചുഴലി ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പൊതുജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒട്ടേറെ പേർ യാത്ര ചെയ്യുന്നതുമായ സ്ഥലങ്ങളിലാണ് പുലിയെ കണ്ടതായി നാട്ടുകാർ അറിയിച്ചത്. പൊതുജനങ്ങളുടെ രാത്രിയാത്രയും ടാപ്പിംഗും ഉൾപ്പെടെ മുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊളത്തൂരിൽ പുലിയെ കണ്ടതായി പറയുന്ന സ്ഥലത്തിനടുത്ത് കാടുകളിൽ മൃഗങ്ങളുടെ എല്ലിൻ കഷ്ണങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. പുലി പിടിച്ചു തിന്നതിനു ശേഷം കാട്ടിൽ ഉപേക്ഷിച്ച കാട്ടുപന്നികളുടെ എല്ലിൻ കഷ്ണങ്ങളാകാം ഇതെന്നാണ് പ്രാഥമിക നിഗമനം. കാട്ടിൽ പല ഭാഗത്തായി ചിതറിക്കിടക്കുന്ന നിലയിലാണ് ഇവയുള്ളത്. പുലിയെ കണ്ടവരെ വിശ്വാസത്തിലെടുത്ത് ഒരു നാടിന്റെയാകെ ആശങ്കകൾ അകറ്റാനായി കൂട് സ്ഥാപിച്ച് പുലിയെ പിടിക്കുക എന്ന നടപടിയിലേക്ക് വനംവകുപ്പ് കടക്കണം. ഇതിനോടകം തന്നെ പഞ്ചായത്ത് സജ്ജം വോളണ്ടിയർമാരും നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തിരച്ചിൽ നടത്തിയിട്ടുണ്ടെങ്കിലും പൊതുജനങ്ങളുടെ ആശങ്കയകറ്റാൻ വേണ്ടി കൂട് സ്ഥാപിച്ച് പുലിയെ പിടികൂടണം. അല്ലാത്തപക്ഷം ജനകീയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് CPM ചുഴലി ലോക്കൽ കമ്മിറ്റി അറിയിച്ചു. ചുഴലി മേഖലക്കകത്ത് കഴിഞ്ഞ 21-ാം തീയതി രാത്രി 1 മണിക്ക് ശേഷം പടിഞ്ഞാറേമൂലയിലുള്ള MP വിനോദിന്റെ വീടിന്റെ പിറകുവശത്തുള്ള പശുവിനെ കെട്ടിയിട്ടുള്ള കൂടിനകത്തേക്ക് പുലി കടന്നു വന്ന് പശുക്കിടാവിനെ, അതായത് 50 കിലോ തൂക്കമുള്ള ഒരു പശുക്കിടാവിനെ വലിച്ച് 50 മീറ്ററോളം ദൂരെ കൊണ്ടുപോയി അതിൻ്റെ കുറേ ഭാഗം ഈ പറഞ്ഞിട്ടുള്ള പുലി എന്ന് സംശയിക്കുന്ന അവർ ഭക്ഷിക്കുകയും അങ്ങനെ ആ വീട്ടിലെ പട്ടിയുടെ ശബ്ദം കേട്ട് ജനങ്ങൾ അവരെ വീട്ടുകാർ പുറത്തിറങ്ങി നോക്കുന്ന അവസരത്തിലാണ് പുലി അവിടുന്ന് മാഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെയും പോലീസിനെയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളെല്ലാം അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ വന്ന് ക്യാമറ സ്ഥാപിച്ചു. ക്യാമറ സ്ഥാപിക്കുന്ന ഘട്ടത്തിനകത്ത് തന്നെ നാട്ടുകാർ പറഞ്ഞു, ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് മാത്രം ഇതിന് പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല, അടിയന്തരമായും പുലിയെ പിടികൂടാൻ ആവശ്യമായ രീതിയിലുള്ള പുലിക്കൂട് സ്ഥാപിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥന്മാർ അവിടെ കൂട് വെക്കാൻ തയ്യാറായില്ല. ക്യാമറയാണ് അവർ സ്ഥാപിച്ചിട്ടുള്ളത്. നമുക്കറിയാം, അതിനുശേഷം കൊളത്തൂർ മേഖലക്കകത്ത് ഈ പറഞ്ഞിട്ടുള്ള പുലിയെ കണ്ടു. അജിയൻ എന്ന് പറയുന്ന ഒരാൾ പന്നിയുടെ കരച്ചിൽ കേട്ട് അടുത്തുള്ള കാടിലേക്ക് പോയി. അങ്ങനെ പോയ അവസരത്തിൽ അവിടെ ഒരു പന്നിയെ പിടിച്ച് പോകുന്ന പുലിയെയാണ് കണ്ടത്. അപ്പോൾ കൂടുതൽ ചുഴലി മേഖലക്കകത്ത് മാത്രമല്ല, കൊളത്തൂർ മേഖലക്കകത്തിലെ ജനങ്ങളും വലിയ ഭീതിയിലാണ്. ടാപ്പിംഗ് തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. പുലിയെ ഭയന്ന് ടാപ്പിംഗ് തൊഴിലാളികൾ ടാപ്പിങ്ങിന് പോകുന്നില്ല. അതുപോലെ തന്നെ ക്ഷീര കർഷകർ, അവർ മിൽമയിലേക്ക് പാല് കൊണ്ടുവരുന്ന ഒരുപാട് ക്ഷീര കർഷകർ അവരുടെ പാല് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. 7 മണിക്ക് മുന്നേ പാല് സൊസൈറ്റിയിൽ അളക്കണം. അതിന്റെ ഭാഗമായി ക്ഷീര കർഷകർക്ക് രാവിലെ വരാൻ വേണ്ടി കഴിയുന്നില്ല. അതുപോലെ കൊളത്തൂർ, കണ്ണാടിപ്പാറ, അതുപോലെ തന്നെ പൂനം മേഖലക്കുള്ള ആളുകൾക്ക് നമ്മുടെ 1500ഓളം വരുന്ന കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് വരാൻ വേണ്ടി കുട്ടികൾക്ക് സാധിക്കുന്നില്ല. യാത്രക്കാർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ല. തൊഴിലാളികൾക്ക് പണിക്കുവാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇങ്ങനെ വലിയ ഭീതിയിലാണ് ചുഴലിയിലെ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടിയന്തരമായും കൊളത്തൂർ, അതുപോലെ തന്നെ ചുഴലി പടിഞ്ഞാറേമൂല മേഖലക്കകത്ത് പുലിയെ പിടികൂടാൻ ആവശ്യമായ രീതിയിൽ പുലിക്കൂട് സ്ഥാപിക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ രീതിയിലുള്ള ആവശ്യം ഉന്നയിച്ചിട്ടും യാതൊരു നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അടിയന്തരമായും ജനങ്ങളുടെ ഭീതി അകറ്റാൻ ആവശ്യമായ രീതിയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഈ പുലിയെ പിടികൂടാൻ ആവശ്യമായ രീതിയിൽ പുലിക്കൂട് സ്ഥാപിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇത് സ്ഥാപിക്കുന്നില്ലെങ്കിൽ CPMന്റെ നേതൃത്വത്തിൽ ചുഴലി മേഖലക്കകത്തുള്ള എല്ലാവരെയും കക്ഷി രാഷ്ട്രീയതീതമായി എല്ലാവരെയും ജനപ്രതിനിധികളെയും നാട്ടുകാരെയും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭ സമര പരിപാടിയിലേക്കാണ് ഞങ്ങൾ പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികൃതർ അടിയന്തരമായും ഒരു കൂടി സ്ഥാപിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം.